ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. നല്ല സുഖമുള്ള കാറ്റ് പുറത്ത്, അകത്ത് ചൂട്. അതുകൊണ്ട് പുറത്ത് വന്നിരിക്കുക. ഞാൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച 2 മാങ്ങയുണ്ടായിരുന്നു കേട്ടോ. അത് പൂളിയെടുത്ത് ഞാൻ അകത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. എന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. നിങ്ങൾ ഓർക്കുമായിരിക്കും ഇവളെന്താ എപ്പോഴും ഈ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ മാത്രം പറയുന്നതെന്ന് കേട്ടോ. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം പോലെ മാവുണ്ട്. അതിന് പല മാവിൻ്റെ പേരുണ്ടല്ലോ, നാട്ടുമാവ്, മൂവാണ്ടൻ മാവ്, ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ. അങ്ങനെ എല്ലാ മാവും നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. എന്നാലും ഈ മാങ്ങ കഴിക്കാനുള്ള കൊതി ഇതുവരെയും തീരത്തില്ലേ. ആരേലും മാവിൻ്റെ കൊമ്പിൽ കയറി മാങ്ങ പറിച്ച് താഴോട്ട് ഇട്ടതായോ എന്ന് പറഞ്ഞ് താഴെ നിന്ന് ബഹളം വെക്കുമായിരുന്നു. അങ്ങനെ നാട്ടിലത്തെ ആ മാങ്ങയുടെ രുചി ഇപ്പോഴും വായിലോട്ട് ഇങ്ങനെ വരിക. അന്നേരം നമ്മളെ എത്ര നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും നമ്മൾ വളർന്ന സാഹചര്യവും വളർന്ന ചുറ്റുപാടുകളും ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലേ. രാവിലെ കണ്ണ് കാണുന്നതിന് മുന്നേ ഞങ്ങൾ ചേട്ടത്തിമാരും ഞാനും എല്ലാം കൂടെ, ആരും കാണുന്നില്ലെന്നാ ഞങ്ങളുടെയൊക്കെ ഭാവം, ഞങ്ങളെ പതിയെ എഴുന്നേറ്റ് മാവിൻ്റെ ചുവട്ടിൽ പോവും. വിളക്കൊന്നും വേണ്ട, നമുക്ക് ഒന്നുമില്ല, ടോർച്ചും ഒന്നും വേണ്ടാതായി പോകുന്നത്. കാരണം ഈ മാങ്ങയുടെ പുറത്ത് ഒരു വെള്ള കോട്ടിങ് ഉണ്ടല്ലോ, മൂവാണ്ടൻ മാങ്ങയാണ്. അതിൻ്റെ കോട്ടിങ് കാണുമ്പോൾ നമുക്കതിങ്ങനെ തറയിൽ കിടക്കുന്നത് കാണാം. അത് വെച്ചിട്ട് നമ്മൾ പതുക്കെ ചെന്ന് തപ്പാം. ഇരുട്ടത്താണേലും നമുക്കത് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഈ മാങ്ങ തപ്പി മുന്നോട്ട് ചെല്ലുമ്പം ആ തപ്പ് കൊള്ളുന്ന ആരാന്നറിയാമോ? ചേട്ടത്തിമാരൊക്കെ ആയിരിക്കും അടുക്കൽ. അന്നേരം അറിയുന്നത് അയ്യോ ഇവരിവിടെ ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് പെറുക്കിക്കൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെക്കുക. അല്ലാതെ പൂളി തിന്നണോ അങ്ങനെയുള്ള കൊതിയൊന്നും ഉണ്ടായിട്ടില്ല. ആർക്ക് കൂടുതൽ കിട്ടിയെന്നൊക്കെയുള്ള ഒരു എണ്ണമെടുക്കലാണേ. അത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊച്ചിലത്തെ അനുഭവങ്ങൾ ഉണ്ടായി കാണത്തില്ലേ? പക്ഷേ എന്തോ എനിക്ക് എന്നാ വന്നാലും ഈ അനുഭവങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. ഇപ്പോഴത്തെ അനുഭവങ്ങളല്ല. ചെറുപ്പകാലത്തിലെ ചക്കയും മാങ്ങയും കപ്പയും ഒക്കെ പറിച്ചുകൊണ്ട് നടന്ന കാലമുണ്ടല്ലോ, അതാണ് എൻ്റെ ഓർമ്മ വരുന്നത് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് പറയണം കേട്ടോ. അന്നേരം നമ്മുടെ ഓർമ്മശക്തിയൊക്കെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കേ.